ഹലോ നമസ്കാരം. ഇത് നമ്മളുടെ ഒരു സ്റ്റേക്കേഷൻ, അതായത് 1-2 ദിവസത്തേന് നമ്മൾ സമ്മർ ഉണ്ടാകാൻ പോവാണല്ലോ. മെയിൻ എന്ന സ്റ്റേറ്റിലോട്ട് പോവാണ്. ഞാൻ ആംഗ്യ ഭാഷയിൽ എന്തൊക്കെ കാണിക്കുന്നത്. അയ്യേ, ഇപ്പം നോക്കുമ്പോൾ നല്ല വിറ്റുണ്ട്. അതായത് അവിടെ പാട്ട് പ്ലേ അപ്പം ഞാൻ വർത്തമാനം പറയുമ്പം കോപ്പിറൈറ്റ് എന്തായാലും വരും. അതാണ് ഞാൻ ആക്ഷൻ കാണിക്കുന്നത്. അപ്പം ഞാനും ഉണ്ണിയേട്ടനും ആമിയും കൂടെ രാവിലെ തന്നെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ 3.25 മണിക്കൂർ യാത്രയുണ്ട്. ഇടയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടത്. ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പനാബ്സ്കെറ്റ് റിവർ ബ്രിഡ്ജാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആ റിവർ ബ്രിഡ്ജ്. ആ റിവറാണ് പനാബ്സ്കെറ്റ് കേട്ടോ. അതിൻ്റെ മേലെ കൂടെയുള്ള ബ്രിഡ്ജിന് നാരോ ബ്രിഡ്ജ് എന്നാണ് പറയണത്. നാരോ ബ്രിഡ്ജ് എന്ന് പറയുന്ന പോലെ തന്നെ ഭയങ്കര ചെറിയ ബ്രിഡ്ജാണ്, വീതിയില്ലാത്ത. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് ആ പറഞ്ഞ റിവർ. പ്രൊനൗൺസ് ചെയ്യാൻ ഇച്ചിരി പാടാണല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറും കേട്ടോ. ആ കൂടാരം പോലെയുള്ള അതിൻ്റെ മുകളിൽ കയറും. അതിന് മുന്നേ നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവിടെ തന്നെ ഒരു പിക്നിക് മാറ്റൊക്കെ വിരിച്ച് നമ്മൾ വിശാലമായിട്ട് ലഞ്ച് കഴിച്ചു. ഈ പാലത്തിൻ്റെ സെഗ്മെൻറ്റ് ബൈ സെഗ്മെൻറ്റ് ഒരു സെഗ്മെൻ്റ് എടുത്ത് അവരവിടെ വെച്ചിട്ടുണ്ട്. അതും ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ആ ടവറിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഏറ്റവും മേളിൽ പോയിട്ട് കാഴ്ചകൾ കാണാം. 360 ഡിഗ്രി വ്യൂ കിട്ടും ആ റിവറിൻ്റെ. ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത് 2006 കേട്ടോ. അതുകൊണ്ട് തന്നെ ഡിസൈനൊക്കെ ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബ്രിഡ്ജിൻ്റെ വലിപ്പം കമ്പയർ ചെയ്യുന്നത് കണ്ടോ, വാഷിങ്ടണിലുള്ള ആ ടവറിൻ്റെയും പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒക്കെ ഇടയിലാണ് ഇത് വരുന്നത്. അത്രമാത്രം ഹൈറ്റാണ് കണ്ടോ. 447 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ടവർ ഇരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ്സാണ്, ഫുള്ള് ചുറ്റിലും ഗ്ലാസ്സാണ്. ഈ മെയിൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ. അത് ഓൾമോസ്റ്റ് എല്ലാം കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫോർട്ട്. ഇതിൻ്റെ പേര് ഫോർട്ട് നോക്സ് എന്നാണ്. ഇത് 1880-കളിൽ എപ്പോഴാണ് പണിതിട്ടുള്ളത്. ഇത് മെയിനിൽ തന്നെ ആദ്യത്തെ ഗ്രാനൈറ്റ് നിർമ്മിതമായിട്ടുള്ള ഫോർട്ടാണെന്നാണ് അറിയപ്പെടുന്നത്. അതിന് മുന്നേ അവിടുത്തെ ഫോർട്ടുകളൊക്കെ മരത്തിലും കല്ലിലൊക്കെ ആയിരുന്നു അത്ര പണിതിട്ടുള്ളത്. മറ്റേതാ ഒരു മുറൈ വന്ന് ഇത് കാണുമ്പോൾ എനിക്കൊരു മണിച്ചിത്രത്താഴ് വൈബൊക്കെ അടിച്ചിട്ടുണ്ടായിട്ട് ആ ഒരു ഇടനാഴി കാണുമ്പം. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഹിസ്റ്ററി പറയാം കേട്ടോ. 1812 ബ്രിട്ടീഷുകാർ ഈ പെനാബ്സ്കെറ്റ് റിവർ പിടിച്ചെടുത്തു. അപ്പോൾ അടുത്ത ഒരു ആക്രമണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ആൾക്കാർ പണിത ഒരു കോട്ടയാണിത്. പക്ഷേ ബ്രിട്ടീഷുകാർ പറ്റിച്ചു. അവർ ആക്രമണമൊന്നും അഴിച്ചു വിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കോട്ടയിൽ പ്രത്യേകിച്ച് യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. നമ്മളെ കണ്ണൂർ കോട്ടന് അത്ര ഇല്ല, എന്നാലും കണ്ണൂരും തലശ്ശേരി ഓരോരോ കോട്ട വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞി കിളിവാതിലിൽ എന്ന് തോന്നിക്കുന്ന ഈ സാധനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരണങ്ങൾ കണ്ടോ, പീരങ്കി. അത് ഇതെങ്ങനെയുണ്ട്, എൻ്റെ ഉണ്ണിയേട്ടൻ്റെ കലാവിരുതാണ് കേട്ടോ ആ ഷോട്ട്. അപ്പോൾ ഇതാണ് ആ കോട്ടയുടെ ഉൾവശം. ഇതിനകത്ത് കിച്ചണുണ്ട്, ജയിലുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എയർബിഎൻബിയിലോട്ടേക്ക് യാത്രയായി. എയർബിഎൻബി ആണെങ്കിൽ കാട്ടിനകത്താണ്. എന്താ പറയുക, എയർബിഎൻബി മറ്റേ റിമോട്ട് RV, അതായത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ള RV ആണ്. സാധാരണ ഇത് വണ്ടിയുടെ പുറകിൽ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് യാത്ര ചെയ്യണത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കിട്ടാത്തത് കൊണ്ട് നമ്മളിങ്ങനൊരു RV റെൻറ്റിനെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ടൂറാവാം. ഇത് പുറമേ ഒരു ടേബിളും പിന്നെ ക്യാമ്പ് ഫയർ പിന്നെ സ്വിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ചെല്ലുമ്പം ഇപ്പുറത്ത് ഒരു ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് സ്റ്റോറേജ് ഉണ്ട്, 2 വിൻഡോസൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം സൈസുള്ള, ഞാനും ആമി ഉണ്ണിയേട്ടനും ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഒരു ബെഡ്റൂം, പിന്നെ ഒരു TV ഉണ്ട്, ഒരു കൗച്ച് ഏരിയ ഉണ്ട് ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഡൈനിങ് ടേബിളുണ്ട്, ഒരു 5-6 പേർക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാം. പിന്നെ ഇത് ചെറിയൊരു കിച്ചൺ ഏരിയ, അവനുണ്ട്, ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ബെഡ്റൂം പോലെ, പിന്നെ ചെറിയൊരു ബാത്റൂം ഏരിയ. അങ്ങനെ ഓരോരുത്തരായി കുളിച്ച് ഫ്രഷായി നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാണ്. ഗ്രില്ലിങ്ങുള്ള പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് ഉണ്ണിയേട്ടനും മുന്നേട്ടനും കൂടെ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാരിനേറ്റഡ് ഉണ്ടായിരുന്നു. അതൊക്കെ മാരിനേറ്റ് ചെയ്ത്
കഴിച്ചു, വയറ് നിറയെ ചിക്കൻ കഴിച്ചു. അങ്ങനെ രാവിലെ എണീറ്റ് മുറ്റത്തേക്ക് നോക്കുമ്പോൾ ദേണ്ട മുറ്റത്തൊരു മാൻ. അവര് പുല്ല് മേയാൻ വന്നതാണ് സംഭവം. നമ്മളെ കണ്ടിട്ട് അത് തിരിച്ചുപോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ ഭാര്യയും കുട്ടികളെല്ലാം കൂട്ടായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാ. ഞാമിപ്പണ്ട് രാവിലെ തന്നെ ഊഞ്ഞാലിൽ കിടന്ന് വെയിൽ കൊള്ളുന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അക്കാഡിയ നാഷണൽ പാർക്കിലോട്ടാണ്. നമ്മൾ ആക്ച്വലി ഇല്ലേ അക്കാഡിയ നാഷണൽ പാർക്കിൽ സൺറൈസ് കാഡിലാക്ക് മൗണ്ടൻ സമ്മിൽ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം. 10 മണിക്കാണ് അവർ സ്ലോട്ട് ഓപ്പൺ ചെയ്യേ. ഇന്നലെ നമ്മൾ നോക്കി, 2 ദിവസം മുന്നേ ബുക്ക് ചെയ്യണം. അപ്പം ഇന്ന് കാണണമെങ്കിൽ നാളെ കാണണമെങ്കിൽ ഇന്നലെ ബുക്ക് ആക്കണേനെ. ഇന്നലെ നമ്മൾ 10 മണിക്ക് എല്ലാം വെച്ചിരുന്ന് കാർഡൊക്കെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി കാർഡൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം ചെയ്തിട്ടില്ലേ. അപ്പൊ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് 9:59 തന്നെ റെഡിയാക്കി എല്ലാം വെച്ചിട്ട് 10 മണിയാകുമ്പോഴത്തേനും റിലീസും ചെയ്ത് വെബ്സൈറ്റ് ഒരു ഹാങ് ആവാലും മൊത്തത്തിൽ പോയി. എല്ലാം സോൾഡ് ഔട്ടായി. നിമിഷത്തിനകം അല്ല 1 മിനിറ്റിനകം എല്ലാം പോയി. അതായത് നമുക്കത് കിട്ടിയില്ല. പക്ഷെ നമ്മളൊരു ആൾട്ടർനേറ്റീവ് വ്യൂ പോയിന്റ്സ് നോക്കിയിട്ടുണ്ട്, നാളെ പോകും. പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് നാഷണൽ പാർക്കിലോട്ടാണ്. നമ്മൾ നേരെ പോയത് ഈ ക്ലിഫിലോട്ടാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. ഈ ക്യാമറയിൽ എനിക്കത് ഫുൾ ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നല്ല രസമാണ്. വെറുതെ ആ പാറപ്പുറത്ത് ഇങ്ങനെ കുറച്ച് നേരെ ഇരിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ റോക്ക് ക്ലൈമ്പിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കാണാം കേട്ടോ. മറ്റേ കയറിങ്ങനെ മേലേക്ക് ഇട്ടിട്ട് പിടിച്ച് ക്ലൈംബ് ചെയ്യൂലേ, ആ ഒരു പരിപാടി. നമ്മൾ ലഞ്ച് കഴിക്കാനിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. മെയിൻലി ലോബ്സ്റ്റർ ഒത്തിരി ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ലോബ്സ്റ്ററൊക്കെ ട്രൈ ചെയ്തു. അതിനുശേഷം ചെറിയൊരു വാക്ക് അറൗണ്ട് ദി ജോർഡൻ പോണ്ട്. എത്തിയവിടെ കല്ലെത്തി, നമുക്ക് പുഴ കടന്നുപോയി. രണ്ട് ഉപ്പും ചാക്ക്. ബൈ ആമി. ഗൈസ്, അതൊരു ഭീകര ട്രെയിലായിരുന്നു. അത്രയും വലുതായിരുന്നു. ഞങ്ങളതിൻ്റെ കാഭാഗം നടന്നിട്ട് തിരിച്ചു പോയി. എന്നിട്ട് ഓൺ ദ വേ ഒരു ചെറിയൊരു ബീച്ച് കണ്ടു. അങ്ങോട്ടേക്ക് കയറി കളിച്ചു. ആമി പെണ്ണ് ഉറങ്ങുമായിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്തോളം ബീച്ചിൽ ഇറങ്ങിയിട്ടൊന്നും കളിക്കൂലായിരിക്കുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഓളാണ്. ഇതാ സുഖമായി കരക്കി ഇരുന്നിട്ട് കടലിലോട്ട് കല്ലെടുത്തെറിയുന്നു. എന്നിട്ട് ഓള് തന്നെ കൈമുട്ടിച്ചിരിക്കുന്നു. ഇത് കണ്ട ഒരു സൺസെറ്റ് പോയിന്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ ചെന്ന് നോക്കുമ്പോൾ തിരക്ക് പറയുമ്പോൾ എല്ലാവരുടെയും ഉണ്ടായിരുന്നു കേട്ടോ തിരക്ക്. എന്താ പറയുക, കാരണം ലോങ് വീക്കെൻഡ് ആയിരുന്നു ഇത്. അങ്ങനെ സൺസെറ്റിന് ശേഷം വീട്ടിലെത്തി നമ്മൾ കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നു. ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ഡിന്നറും കഴിച്ച് ഞങ്ങളെല്ലാവരും വേഗം കിടന്നു. കാരണം നാളെ രാവിലെ എണീറ്റ് സൺറൈസ് കാണാൻ പോകാനുള്ളതാണ്. ഇത്രയും അടിപൊളിയാണ് ഈ സൺറൈസ് എന്നുള്ളൊരു പ്രതിഭാസം എന്നുള്ളത് ഇന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. എന്ത് രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇവിടുന്ന് നേരെ വിട്ടു കാലത്ത് തന്നെ. അതെ, ഇപ്പം ആമി പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് സൈക്കിൾ റെൻ്റ് ചെയ്തിട്ട് ഒരു സൈക്കിൾ ട്രയൽസ് ഉണ്ട് ഇവിടെ, അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇതാണ് റെൻ്റ് എടുക്കുന്ന സ്ഥലം. എനിക്ക് അത് നല്ല പേടിയായിരുന്നു കേട്ടോ, കാരണം ഗിയറിൻ്റെ സൈക്കിളിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈക്കിൾ എടുത്തു. ആമിക്കും അഗുവിനും കൂടെ ഒരു സൈക്കിളിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടും. അവർ രണ്ടും അതിനകത്തിരുന്നു. ആദ്യം നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നെങ്കിലും പിന്നെ നല്ലോണം അടിയായിട്ടുണ്ടായിട്ടോ അവർ. ഞാൻ പറഞ്ഞ സൈക്കിൾ ട്രെയിൽസ് വരെ ഈ ബസ്സിലാണ് അവർ കൊണ്ടുവിടുക നമ്മളെ.
ഏകദേശം ഒരു 3 മണിക്കൂറിന് മേളിൽ നമ്മൾ ഈ സൈക്കിൾ ചവിട്ടി. അതും പിന്നെ കുറേ നിരപ്പായുള്ള സ്ഥലം ഉണ്ടായിരുന്നു, കുറേ കുന്നുണ്ടായിരുന്നു, കുറേ ഇറക്കം ഉണ്ടായിരുന്നു. പക്ഷെ ക്ഷീണമൊന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു പേടിയില്ല, ഒന്നുമില്ല. നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ആക്ടിവിറ്റി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ മിസ് ചെയ്ത ആ സൺറൈസ് വ്യൂ. പക്ഷേ എന്തായാലും നമ്മൾ ഈ ട്രിപ്പിൽ അത് മിസ് ചെയ്യേണ്ടെന്ന് ഓർത്തു. സൺറൈസ് കാണാൻ പറ്റില്ലെങ്കിൽ നട്ടുച്ച കാണാൻ പറ്റി ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. എനിക്ക് തോന്നുന്നു ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിച്ചത് കേട്ടോ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ 3 days ട്രിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ടേക്ക് കെയർ.